നമസ്കാരം. നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടിങ്ങിൻ്റെ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കും. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അതിലുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓർ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓർ ഇക്കണോമിക് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നാണ്. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബിസിനസ്സും ഓണറും ബിസിനസ്മാനും രണ്ടും രണ്ടാണ് എന്ന് പ്രസ്താവിക്കുന്ന പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്മാൻ്റെ പേഴ്സണൽ അഫയേഴ്സ് ബിസിനസിൻ്റെ അഫയേഴ്സുമായി മിക്സപ്പ് ചെയ്യാൻ പാടില്ല, രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. രണ്ടാളും രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് ഐഡൻറ്റിറ്റീസ് ആണ് രണ്ടു പേർക്കും ഉള്ളത് എന്ന് എംഫസൈസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണിത്. The concept of business entity assumes that business has a distinct and separate entity apart from its owners. ബിസിനസ്മാന് ബിസിനസ്സിൽ നിന്നും വേറിട്ട നിലനിൽപ്പാണുള്ളത്, അതേപോലെ നേരെ മറിച്ചു. ഇറ്റ് മീൻസ് ഫോർ ദി പേർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. രണ്ട് കൂട്ടർക്കും രണ്ട് എൻറ്റിറ്റി ആണുള്ളത്, രണ്ട് ഐഡൻറ്റിറ്റി, രണ്ട് പേഴ്സണാലിറ്റി ആണുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഇപ്പോൾ സാധാരണ രീതിയിൽ ബിസിനസ്മാൻ ബിസിനസ്സിന് കാശ് എടുത്തു കൊണ്ടുപോകുന്നതും കാശ് കൊണ്ടുവരുന്നതും ഒന്നും പിന്നെ സെപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമായിട്ടൊന്നും ആരും കണക്കാക്കാറില്ല. രണ്ടും ഒന്നാണ് എന്നാണ് പൊതുവായിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ സാമാന്യ ജനത്തിൻ്റെ ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല, അക്കൗണ്ടന്റ് കൺസിഡർ ചെയ്യേണ്ടത് രണ്ട് കൂട്ടരും രണ്ടാണ്. ബിസിനസ്മാൻ കാശ് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ, ബിസിനസ്സിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ബിസിനസ് അത് തിരിച്ചു കൊടുക്കണം. അതേപോലെ ബിസിനസ്സിൽ നിന്ന് കാശ് ബിസിനസ്മാൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയാളത് തിരിച്ചു കൊണ്ടുവരികയും വേണം. ഇതാണ് സങ്കല്പം, അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെ സങ്കല്പം. ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ എൻറ്റിറ്റി ഓഫ് ബിസിനസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഫോർ അക്കൗണ്ടിങ് പർപ്പസ് ദ ബിസിനസ് ഇസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ഓർ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദ പേഴ്സൺ ഹു കൺട്രോൾസ് ഇറ്റ്. ആ ബിസിനസ്സിനെ ആരാണോ നിയന്ത്രിക്കുന്നത് അയാളിൽ നിന്ന് വേറിട്ട ഒരു നിലനിൽപ്പുണ്ട്, വേറിട്ട ഒരു വ്യക്തിത്വമുണ്ട്. ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്, when a person brings in some money as capital into his business, it is treated as a liability of the business to the owner. ആരെങ്കിലും ബിസിനസ്സിൽ മൂലധനം നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ് എന്ന് വേണം അസ്യൂം ചെയ്യാൻ ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച്. അടുത്തത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇവിടെ ഏറ്റവും ബ്രീഫായി ഇത്ര മാത്രമേ ഉള്ളൂ. ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് ബുക്സിൽ രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻസ് പണത്തിൻ്റെ മൂല്യത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. 1000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി എന്ന ട്രാൻസാക്ഷൻ നമുക്ക് തീർച്ചയായും അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യാം. പക്ഷേ വെറും 10 കിലോ സാധനങ്ങൾ വാങ്ങി എന്ന ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാനാവില്ല. അതേപോലെ ബിസിനസ്സിൽ ഇന്ന് ഒരു 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിച്ചു എന്നത് നമുക്ക് അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. ട്രാൻസാക്ഷൻസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. ട്രാൻസാക്ഷൻസ് അളക്കേണ്ടത് പണത്തിൻ്റെ മൂല്യത്തിലാണ്. ട്രാൻസാക്ഷൻസ് മെഷേർഡ് ഇൻ മോണിറ്ററി ടേം ഓൺലി റെക്കോർഡഡ്. പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. Purchase of 200 kilograms of rice at 40 rupees, recorded as rice of 8,000 rupees.
ഈ മുകളിൽ കാണിച്ചിട്ട് പർച്ചേസ് ഓഫ് 200 കിലോ റൈസ് 40 രൂപ വെച്ച് വാങ്ങി എന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാനാവില്ല. അതേസമയം 8000 രൂപയുടെ റൈസ് വാങ്ങി എന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാനാവും. അപ്പോൾ പിന്നെ പണത്തിന്റെ മൂല്യത്തിൽ അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ട്രാൻസാക്ഷൻസ് മെഷേർഡ് ഇൻ മോണിറ്ററി ടേം ഓൺലി ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ. Money measurement concept. According to this concept, transactions that can be measured in terms of money only are recorded in the books of accounts. അത് മാത്രമേ റെക്കോർഡ് ചെയ്യാനാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, an organization is having a factory building in 2 acres of land, 100 boxes of finished goods, etc. cannot be counted. ഇതൊന്നും കണക്ക് പുസ്തകത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ മോണിറ്ററി ടേംസ് സച്ച് ആസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50 lakhs, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് 50,000, എക്സെട്ര. അപ്പം അങ്ങനെയാണെങ്കിൽ പണത്തിന്റെ മൂല്യത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ട് സാധിക്കും. അടുത്ത് നോക്കൂ, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നോക്കൂ, കീപ് ഗോയിങ്, തുടർന്നുകൊണ്ടേയിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നാണ് ഇതിനർത്ഥം. ഇതൊരു പിന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതുമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബിസിനസ് തൊട്ടടുത്ത ദിവസം അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് പിന്നെ ഒരു തുടർച്ചയാണ്. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. അതിന് ഒരു ഇൻഡെഫിനിറ്റ് ലൈഫ് ഉണ്ട് ബിസിനസ്സിന് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. നീണ്ട കാലം ബിസിനസ് നിലനിൽക്കും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണിത്. Going concern concept. According to this concept, it is assumed that the business will last for a long time. Based on this concept, we are charging depreciation on fixed asset every year till the end of its life. That the cost of asset which has been used during a period should be charged from the revenue of that period itself. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊരു എക്സാമ്പിളാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ വർഷം ഒരു 10,000 രൂപയുടെ മെഷീനറി വാങ്ങി. അത് ഈ കൊല്ലത്തെ മാത്രം ചെലവല്ല യഥാർത്ഥത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ വർഷവും ഈ 10,000 രൂപയുടെ മെഷീനറി, ഈ കൊല്ലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ 10,000 രൂപ കാണിക്കില്ല. ഈ കൊല്ലം ആ മെഷീനറിക്ക് ഉണ്ടായ തേയ്മാനം അതെത്രയായാലും, അതിപ്പോൾ 10 കൊല്ലമാണ് അതിൻ്റെ ലൈഫെങ്കിൽ 10,000/10 1000 രൂപ. ആ ഡിപ്രീസിയേഷൻ മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാവൂ. അല്ലാതെ മൊത്തം 10,000 രൂപ കാണിക്കരുത്. ബാക്കി 10,000-ൽ നിന്ന് 1000 രൂപ ഡിപ്രീസിയേഷൻ തേയ്മാനം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 9,000 ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് ബിസിനസ് പൂട്ടിപ്പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 10,000 രൂപയുടെ 10,000 രൂപയും നമ്മൾ മൊത്തം ചിലവായി കണക്കാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ കാഴ്ചപ്പാട് ബിസിനസ്സിന് ഒരു ലോങ് ലാസ്റ്റിംഗ് ലൈഫ് ഉണ്ടെന്നാണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടെന്നാണ് നമ്മുടെ സങ്കല്പം. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത്. അടുത്ത അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനാവും ഒരു കലണ്ടറാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ലൈഫിനെ നമ്മൾ ഈക്വൽ പീരീഡായിട്ട് സബ് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ പീരീഡ് എന്ന് പറയുന്നത് ഓരോ വർഷം ആയിട്ട് നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലാഭവും നഷ്ടവും, അതായത് പെർഫോമൻസ്, ലാഭമാണോ ഉള്ളത് നഷ്ടമാണോ ഉള്ളത് എന്ന് കണക്കാക്കണം. ഓരോ വർഷവും അതിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനായി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം ഓരോ കൊല്ലത്തിന്റെ അവസാനം. അതിനുവേണ്ടി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാനാവും. ഇപ്പം നിങ്ങൾക്ക് ഓരോ വർഷവും പരീക്ഷ, നിങ്ങളുടെ ഓരോ കൊല്ലത്തെ പഠനശേഷവും പരീക്ഷയുള്ളതുപോലെ ആ പരീക്ഷ എന്തിനാണ് നടത്തുന്നത്? നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആണ് പഠനവുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലാക്കാനും ആ വീക്ക് പോയിന്റ്സ് ഉള്ളത് നമ്മൾ റെക്ടിഫൈ ചെയ്യാനും അതിൽ എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് സ്വീകരിക്കാനും അവിടെ ഇമ്പ്രൂവ്മെന്റ് വരുത്താനും ഒക്കെയാണ് അത് സഹായിക്കുക. അതല്ലായിരുന്നെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് ഒരു എക്സാം വെച്ചാൽ മതിയായിരുന്നു, SLC മാത്രം വെച്ചാൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് ഓരോ മന്ത്ലി ടെസ്റ്റ് ഉണ്ട്, ചിലപ്പോൾ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഓരോ സമയത്തുള്ള നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതേപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ലൈഫിനെയും ഈക്വേറ്റഡ് ഫിനാൻഷ്യൽ പീരീഡായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡായിട്ട് സബ് ഡിവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. So accounting period refers to the span of time at the end of which the financial statements of an enterprise are prepared
എത്ര കാലയളവ് കൂടുമ്പോഴാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കണം. അതിന് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് അതാണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഇവിടെ നോർമലി നമ്മളൊരു കൊല്ലത്തിന് ശേഷമാണല്ലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ prepared at regular intervals, normally after a period of 1 year, so that the timely information is made available to the users. സമയങ്ങളിൽ യൂസേഴ്സിന് വിവരങ്ങൾ കിട്ടും. ഇപ്പം നിങ്ങൾ PTA നടത്തുന്നത് കണ്ടിട്ടില്ലേ? ഓരോ പരീക്ഷയ്ക്ക് ശേഷം ഒക്കെ നടത്തുന്നത്. അപ്പം സമയാസമയങ്ങളിൽ പാരൻസിനെ നിങ്ങളെ പറ്റിയുള്ള ടൈംലി ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PTA ഒക്കെ നടത്തുന്നത്. ഒരു പിന്നെ ക്വാർട്ടർലി എക്സാമിനേഷന് ശേഷം, ഹാഫ് ഇയർലി എക്സാമിനേഷന് ശേഷം, മോഡൽ എക്സാമിനേഷന് ശേഷം ഒക്കെ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ ദ accounting period, the period of interval for which accounts are prepared to know profit or loss, or what exactly the financial position of the business is called accounting period. The period of interval, എത്ര കാലയളവ് അതിനുള്ളിലാണ്, അല്ലെങ്കിൽ ആ ഒരു കൊല്ലാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോഴാണ് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് ബാലൻസ് ഷീറ്റ്. അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന്റെ ജീവിതകാലത്തെ നമ്മൾ ഇക്വേറ്റഡ് ഫിനാൻഷ്യൽ പീരീഡായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ പെർഫോമൻസും പൊസിഷനും ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീക്ക് പോയിന്റ്സ് ആൻഡ് സ്ട്രെങ്ത്സ് മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. വീക്ക് പോയിന്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ ഇതൊക്കെ നമുക്ക് സഹായിക്കുന്നു. ടൈംലി ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് നടത്താൻ സാധിക്കുള്ളൂ. For this purpose, profit and loss account and balance sheet is prepared at the end of the accounting period. Usually it is 1 year starting from April 1st and ends at 31st March every year. ഒരു ഫിനാൻഷ്യൽ ഇയർ സാധാരണഗതിയിൽ തുടങ്ങുന്നത് ഏപ്രിൽ 1-നും അവസാനിക്കുന്നത് അടുത്ത വർഷം മാർച്ച് 31-നുമാണ്. അതല്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ജനുവരി 1-ന് തുടങ്ങി ഡിസംബർ 31-ന് അവസാനിപ്പിക്കാം. ഓക്കെ, ആ ഒരു കാലയളവിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അടുത്ത ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. Dual aspect is the foundation of basic principle of accounting. ഇതിനെ നമ്മൾ ഏറ്റവും ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് കരുതപ്പെടുന്നത്. ത്രാസിൽ നിങ്ങൾക്ക് കാണാം ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാണെന്ന് നമുക്ക് കാണാനാവും. ഈ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നതാണ് ഓരോ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്ട് ഉണ്ടായിരിക്കും. അതിലൊന്ന് ഡെബിറ്റും മറ്റത് ക്രെഡിറ്റും ആയിരിക്കും. ഈ ഡെബിറ്റും ക്രെഡിറ്റും എല്ലായ്പ്പോഴും തുല്യവുമായിരിക്കും. So this concept states that every transaction has a dual or twofold effect. Dual എന്ന് പറഞ്ഞാൽ 2 twofold effect. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞല്ലോ twofold effect. Receiving effect or debit and giving effect or credit. It is expressed in the form of accounting equation. Accounting equation നിങ്ങൾ ആദ്യ കാലങ്ങളിൽ പഠിച്ചതാണ്. So dual aspect principle എന്താണ്? This is the basic principle of accounting. According to this concept, every transaction has 2 aspects. They are receiving aspect and giving aspect, അതായത് ഡെബിറ്റും ക്രെഡിറ്റും. In other words, at least 2 accounts are involved in recording a transaction. Example, capital introduced, capital invest ചെയ്തു, cash account and capital account. Machinery purchased, machinery account and cash account. The receiving aspect is called debit aspect and giving aspect is called credit aspect. Thus, for every debit, there is a corresponding credit. ഓരോ ഡെബിറ്റിനും തത്തുല്യവും അതേപോലെ ശക്തിയുള്ളതുമായ മറ്റൊരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. The system of recording transactions with the dual aspect concept is called double entry system of accounting. ഇതിന്റെ പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ഒരു സംവിധാനം, ഈ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അടുത്തത് മാച്ചിങ് കോൺസെപ്റ്റ്. This concept states that expenses incurred in an accounting period should be matched with the revenues during that period. ഈ പ്രിൻസിപ്പിൾ നമ്മളോട് എന്താണ് പറയുന്നത്? ഓരോ കൊല്ലവും നമ്മൾ സഹിച്ച എക്സ്പെൻസസ് മാച്ച് ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? ആ കൊല്ലം നമ്മൾ ഏൺ ചെയ്ത റവന്യൂസുമായിട്ടാണ്. ഇപ്പോൾ മാച്ചിങ് കണ്ടല്ലോ, ഇവിടെ ഇയാൾ ചെയ്യുന്നതാണ്. ഇയാളെ ഇവിടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓരോന്നുമായിട്ടും കൃത്യമായി മാച്ച് ചെയ്യുന്നത് ഇയാൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വലിയൊരു ലെങ്തി പാരഗ്രാഫ് നമ്മുടെ മുന്നിലുണ്ട്, പക്ഷേ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ഓരോ വർഷത്തെ ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ആ വർഷവുമായി യഥാർത്ഥത്തിൽ ബന്ധമുള്ള റവന്യൂസും വരുമാനവും ആ വരുമാനം നേടിയെടുക്കാൻ
ആ കൊല്ലം നമ്മൾ ചെലവഴിച്ച തുകയും, പ്രത്യേകം ഓർക്കുക, ആ വരുമാനം നേടിയെടുക്കാൻ വേണ്ടി ആ കൊല്ലം നമ്മൾ ചെലവഴിച്ച തുകയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ലാഭമാണോ നഷ്ടമാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ. സോ വൈൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ വി ഷുഡ് കമ്പയർ ടു തിങ്സ്. എന്തൊക്കെയാണ്? ഒന്ന്, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇയർ ഒരു ഭാഗത്തും, റവന്യൂ റിസീറ്റ്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ മറുവശത്തും വെച്ചുകൊണ്ട് വേണം കമ്പയർ ചെയ്യാൻ. ഇത് രണ്ടും ആക്ച്വലി റിലേറ്റിംഗ് ടു ദ കറണ്ട് ഇയർ ആയിരിക്കണം എന്ന കാര്യം നിർബന്ധമാണ്. പക്ഷെ നിർബന്ധമല്ലാത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ആ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് കാശ് നമ്മൾ കൊടുത്തോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. അത് ആ കൊല്ലത്തെ എക്സ്പെൻസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മൾ റവന്യൂവിൻ്റെ കാര്യത്തിൽ അത് ക്യാഷായി കിട്ടിയോ ഇല്ലയോ എന്ന് പ്രസക്തമല്ല. ക്യാഷായി കിട്ടിയാലും ക്യാഷായി കിട്ടാനുള്ള അർഹത നമുക്കുണ്ടായാലും അത് മതി. ക്യാഷായി കിട്ടാനുള്ള അർഹത ഉണ്ടായാൽ മതി. കോടതിയിൽ നമുക്ക് അർഹത ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയാൽ മതി. സോ അതുണ്ടെങ്കിൽ അതിനെ ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് കരുതരുത്, ക്യാഷായി കിട്ടിയത് മാത്രമാണ് വരുമാനമെന്നും ക്യാഷായി കൊടുത്തത് മാത്രമാണ് ചെലവെന്നും കരുതരുത്. ഈ കൊല്ലവുമായി ബന്ധമുള്ളതാവണം എന്ന നിർബന്ധം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. സോ അത് തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, മാച്ച് ചെയ്യേണ്ടത്. അപ്പം എന്തുമായിട്ടാണ്? റവന്യൂസും അസോസിയേറ്റഡ് എക്സ്പെൻസസും അതുമായി ബന്ധപ്പെട്ട ചെലവുകളുമാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അത് ക്യാഷായി കിട്ടിയോ ക്യാഷായി കൊടുത്തോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ടത്. അത് കറണ്ട് ഇയറുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. So it states that expenses incurred in the accounting period should be matched with revenues during that period. ഇൻകർ ചെയ്യാൻ എന്താ? നമ്മൾ സഹിക്കുക, ചെലവുകൾ നമ്മൾ സഹിക്കുക, നമ്മൾ ആ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ അതിനെ മാച്ച് ചെയ്യേണ്ടത് ആ കൊല്ലം നമ്മൾ ഉണ്ടാക്കിയ റവന്യൂസുമായിട്ടാണ്. An expense is recognized not when cash is paid, but when an asset or service has been used to generate revenue. നമ്മൾ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ക്യാഷ് കൊടുത്തോ ഇല്ലേ എന്നുള്ള പ്രസക്തമല്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ഒരു അസറ്റ് നേടിയെടുക്കാനോ സർവീസ് ലഭ്യമാക്കാനോ വേണ്ടി നമ്മൾ കാശ് ചിലവാക്കുകയും ആ അസറ്റും സർവീസും നമ്മൾ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ്പെൻസിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, expenses such as salaries, rent, insurance, etc. are recognized on the basis of period to which they relate. ഏത് കാലയളവിലേക്കാണ് ആ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്തത് എന്നതിനാണ് പ്രസക്തിയുള്ളത്. അല്ലാതെ അതിൻ്റെ മുകളിൽ ക്യാഷ് കൊടുത്തോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. ആൻഡ് നോട്ട് വെൻ ദീസ് ആർ പെയ്ഡ്. എപ്പോൾ കൊടുത്തു എന്നത് പ്രസക്തമല്ല. ആ എക്സ്പെൻസ്, ആ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് നമ്മുടെ കറണ്ട് ഇയറുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം. സിമിലർലി, കോസ്റ്റ് ലൈക്ക് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ് ആർ ഡിവൈഡഡ് ഓവർ of the periods during which the asset is used. അസറ്റ് ഏത് കാലയളവിലാണ് യൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് ഡിപ്രീസിയേഷൻ, തേയ്മാനം യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ തേയ്മാനം ഈ കൊല്ലത്തെ കണക്കായിട്ട് നമുക്ക് ഉൾപ്പെടുത്താനാവില്ല. Whether received during the year or not and all costs incurred, the matching concept thus implies that all revenues earned during an accounting year, whether received during that year or not, and all costs incurred, whether paid during the year or not, should be taken into account while ascertaining profit or loss for the year. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാച്ചിങ് കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് ഓൾ റവന്യൂസ് ഏൺഡ്, നമ്മൾ ഏൺ ചെയ്ത റവന്യൂ, ക്യാഷായി കിട്ടണം എന്നില്ല, ഏൺ ചെയ്താൽ മതി. സമ്പാദിക്കാന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ക്യാഷായി കിട്ടണമെന്നില്ല, നമുക്ക് ക്യാഷായി കിട്ടാനുള്ള അർഹത ഉണ്ടായാൽ മതി. അപ്പോൾ ക്യാഷായി കിട്ടിയതും ക്യാഷായി കിട്ടാനുള്ള അർഹത ഉള്ളതും ആ കൊല്ലവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഓൾ റവന്യൂസ് ഏൺഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയറും, അതേപോലെ ഓൾ കോസ്റ്റ് ഇൻകേർഡ്, എല്ലാ കോസ്റ്റ് ഇൻകർ ചെയ്തു, ചെലവുകൾ സഹിച്ചതും ഡ്യൂറിങ് ദ ഇയർ, ആ കൊല്ലം നമ്മൾ ഇൻകർ ചെയ്ത കോസ്റ്റ് ഷുഡ് ബി ഓർ നോട്ട് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? റവന്യൂ ഏൺഡും കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് ഇയർ ആണ് ഷുഡ് ബി. നോട്ട് ഇതിൻ്റെ പകലോട്ടോ, പെയ്ഡ് ഓർ നോട്ട് എന്നാണ് ഇവിടെ. ഇത് കഴിഞ്ഞതിന് ശേഷം ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് an accounting year. We should not take the cost of all the goods produced or purchased during the period, but consider only the cost of goods that has been sold. നിങ്ങൾ പഠിച്ചാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ ഓർക്കുന്നുണ്ടാവും കരുതുന്നു. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മൊത്തം വാങ്ങിയ സാധനങ്ങളൊന്നും ഇതിൽ പെടുന്നില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാത്രമേ നമ്മളെ ആ കൊല്ലത്തെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെലവഴിച്ച
സാധനം വാങ്ങാൻ ചെലവഴിച്ച തുകയായി പരിഗണിക്കാൻ പാടുള്ളൂ. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. For this purpose, cost of unsold goods should be deducted from the cost of goods produced or purchased. അപ്പോൾ ക്ലോസിംഗ് അൺസോൾഡ് ഗുഡ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് മൈനസ് ചെയ്യാറാണ് പതിവ്. അപ്പോഴാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അപ്പോൾ ഏറ്റവും ബ്രീഫായി ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥാപനത്തിൻ്റെ ലാഭവും നഷ്ടവും കണക്കാക്കുന്ന സമയത്ത് ആ വർഷം ഏൺ ചെയ്ത റവന്യൂവിൽ നിന്ന് ആ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി എത്ര തുക ചെലവഴിച്ചോ, അതായത് കോസ്റ്റ് എക്സ്പെൻസസ്, അത് മൈനസ് ചെയ്യണം എന്നാണ് നമ്മളോട് പറയുന്നത്, ഈ മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ഇത്രയേ പറയുന്നുള്ളൂ. അതായത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ ഏൺഡ് ഫോർ ദി current year or revenue earned during the current year minus expenses incurred in connection with generating revenue during the current year. ആ കൊല്ലം ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി എത്ര എക്സ്പെൻസസ് വേണ്ടി വന്നോ അത് മൈനസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉള്ളത് മനസ്സിലാവും. നഷ്ടമാണ്, ലോസ് ആണുള്ളതെങ്കിൽ എക്സ്പെൻസ് മൈനസ് റവന്യൂ എന്നാണ് എടുക്കുന്നത്. നേരെ ഓപ്പോസിറ്റ്. പ്രോഫിറ്റ് ആണുള്ളതെങ്കിൽ റവന്യൂ മൈനസ് എക്സ്പെൻസ്. ഓക്കെ. അടുത്തത് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. കൺസർവേറ്റിസം നിങ്ങൾ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ മറ്റൊരു പേരാണ് ഈ പ്രൂഡൻസ് എന്ന് പറയുന്നത്. ജാഗ്രത എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ പിന്നെ വർക്ക് ചെയ്യാനുള്ള ടൂൾസൊക്കെ ഇയാളെ കീശയിലൊക്കെ നിങ്ങൾക്ക് കാണാനാവും. അപ്പോൾ അതിന് സേഫ്റ്റി ആയിട്ട് അയാൾ ഗ്ലൗ ധരിച്ചിട്ടുണ്ട്, അയാൾ ഈ ഹെൽമെറ്റ് ധരിക്കാൻ പോകുന്നുണ്ട്. സോ അയാൾ വളരെ ജാഗ്രതയുള്ള ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അക്കൗണ്ടൻറ്റും അതേപോലുള്ള ആളായിരിക്കണം. ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ റിസ്ക് പൊതുവെ കുറച്ച് എടുക്കുന്ന ആൾക്കാരാണ്. കൺസർവേറ്റീവ് യാഥാസ്ഥിതിക മനസ്സുള്ള ആളുകൾ. നമ്മളെ യങ് ജനറേഷൻ പോലെയല്ല. യങ് ജനറേഷൻ ഏതളവിലും റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അപകടങ്ങളിൽ പോയി പെട്ടെന്ന് ചാടി വീഴും. പക്ഷേ പഴയ ആളുകൾ അങ്ങനെയല്ല. അപ്പം പഴയ ആ ഒരു ചിന്താഗതിയാണ് അക്കൗണ്ടന്റിന് വേണ്ടത്. അക്കൗണ്ടന്റ് മസ്റ്റ് ബി പ്രൂഡൻറ്റ് ഇൻ ഹിസ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ജാഗ്രത ഉള്ളയാളായിരിക്കണം, എപ്പോഴും അലർട്ടായിരിക്കണം. ദി കോൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം റിക്വയർസ് ദാറ്റ് പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി recorded until realized. അപ്പം ലാഭം പിന്നെ കൈ കിട്ടിയാൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുൻപ് ഒരു കാരണവശാലും റെക്കോർഡ് ചെയ്യരുത്. ബട്ട് ഓൾ ലോസസ്, ഈവൻ ദോസ് വിച്ച് മേ ഹാവ് എ റിമോട്ട് പോസിബിലിറ്റി, ആർ ടു ബി പ്രൊവൈഡഡ് ഫോർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്താർത്ഥം? പക്ഷെ നഷ്ടസാധ്യത, വളരെ വിദൂരമായ ഒരു നഷ്ടസാധ്യത മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ പിന്നെ നഷ്ടത്തെ കൂടി നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കണം. അതിന് ഉള്ള കരുതൽ നിധി നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കണം. ഭാവിയിലാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്, അടുത്തല്ല ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മളിപ്പോഴേ അതിനുള്ള റിസർവ് ഇവിടെ ഉണ്ടാക്കി വെക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് 100% ഉറപ്പുള്ള ഒരു ലാഭമാണെങ്കിൽ പോലും, ഒരു റവന്യൂ ആണെങ്കിൽ പോലും അത് കാണിക്കരുത്. കാരണം റവന്യൂ കാണിച്ചാൽ ലാഭം കൂടും അല്ലേ? സെയിൽസ് ആ ഭാഗത്ത് ക്രെഡിറ്റ് സൈഡിൽ ലാഭം കൂടുതൽ, റവന്യൂ കൂടുതൽ കാണിച്ചാൽ പ്രോഫിറ്റ് കൂടും. അങ്ങനെ പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റ് ചെയ്യരുത് എന്നാണ്. അതേസമയം നഷ്ടം വിദൂരമായ സാധ്യതയേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ നഷ്ടം ഭാവിയിൽ, നമ്മളൊരിക്കലും പിന്നെ ബൈക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 20 കൊല്ലം ബൈക്ക് ഓടിച്ചാൽ ഒരു പ്രാവശ്യം പോലും താഴെ വീഴില്ല. പക്ഷേ 20 കൊല്ലവും നമ്മൾ ഹെൽമെറ്റ് ധരിക്കും. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്? കാരണം ആ സമയത്ത് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം ഈ ഒരു സമീപനമായിരിക്കണം. ഏത് നഷ്ടവും വരാനിടയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ളൊരു ഫണ്ട് ഇവിടെ തയ്യാറാക്കി വെക്കണം. ആണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പറയുന്നത്. കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ കോൾഡ് പ്രൂഡൻസ്, which states that anticipated profits are not to be considered. Anticipated എന്നാൽ predicted, ഉണ്ടാവാനിടയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ലാഭം പരിഗണിക്കേണ്ട. ബട്ട് ഓൺലി പോസിബിൾ ലോസസ്. പക്ഷേ എന്ത് മാത്രം പരിഗണിച്ചാൽ മതി? വരാനിടയുള്ള നഷ്ടം മാത്രം പരിഗണിച്ചാൽ മതി. എപ്പോൾ? വൈൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ദിസ് is the policy of playing safe. Example, inventory is valued at cost or market price, whichever is lower. Creating provision for doubtful debts, discount on debt is the kind example. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ. അവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ 2 വാല്യൂസ് വന്നേക്കാം. ഒന്ന്, നമുക്ക് ആ സ്റ്റോക്കിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചൊരു തുക ഉണ്ടാവും, അതിൻ്റെ കോസ്റ്റ്. അതല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. സാധാരണ ഈ മാർക്കറ്റ് പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ വിലയാണോ അല്ലെങ്കിൽ മാർക്കറ്റിലെ വിലയാണോ, ഏതാണോ കുറവ്, അതിലേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം കുറച്ച് കാണിച്ചാൽ എന്താ അതിൻ്റെ റിസൾട്ട്? പ്രോഫിറ്റ് കുറയും. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് കുറച്ച് കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതേപോലെ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഭാവിയിൽ റൈസ് ചെയ്തേക്കാവുന്ന കിട്ടാക്കടം. ഭാവിയിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ അവർ കാശ് തന്നൊക്കെ വരാം, പക്ഷേ അവർ തരാനിടയില്ല എന്ന് നമുക്ക് തോന്നിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റിംഗ് പ്രൊവിഷൻ.
നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ആദ്യം ബാഡ് ഡെറ്റ് എഴുതും, പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എഴുതും. ഇതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റ്, ഇതൊക്കെ വരാനിടയുള്ള എക്സ്പെൻസസ് ആണ്. ഇതൊക്കെ നമ്മളിപ്പോഴേ നമ്മളതിന് കരുതൽ ഫണ്ട് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രോഫിറ്റ് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ഇല്ല. സോ ഇത്രയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾസ് ഉള്ളത്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ആവശ്യമെങ്കിൽ ഇരുന്ന് കാണുക. ഓക്കെ, തൽക്കാലം നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു.